പകുതി വില തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് ഇപ്പോൾ കോർഡിനേറ്ററുടെ ഭാഗത്തു നിന്ന് കടുത്ത ഭീഷണിയാണ് നേരിടുന്നത്. ഇപ്പോൾ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയിട്ടുള്ള ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം എത്ര രൂപയാണ് നഷ്ടപ്പെട്ടുള്ളത്? എനിക്ക് 30,000. 30,000 രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അവർക്കെല്ലാം കടുത്ത ഭീഷണിയാണ് ഈ കോർഡിനേറ്റർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്? അവർ പറയുന്നത് നമ്മൾ ഈ ഗ്രൂപ്പിൽ അവരുടെ ആൾക്കാർ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനായിട്ട് ഇൻവോൾവ് ആകുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു മറ്റുള്ള തരത്തിലുള്ള ഒരു മെസ്സേജുകൾ വരും. നിന്നെ ഞാൻ കണ്ടോളാം എന്നുള്ള മെസ്സേജ് അടക്കം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മെസ്സേജ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോണുകളിലേക്ക് ഇങ്ങനെ അവരുടെ ആളുകളായിട്ടുള്ള ആളുകൾ മെസ്സേജ് അയക്കുന്ന രീതിയിലാണ്. അതിപ്പോൾ എന്നിട്ട് ഞാൻ ആരാണെന്നുള്ളതിൻ്റെ ഫോട്ടോസാണ്. ഞാൻ ആരുമൊക്കെ ആയിട്ട് നിൽക്കുന്നത്, മിനിസ്റ്റേഴ്സുമായിട്ടും പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫോട്ടോസ് ഇതൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഭീഷണി ഇടുന്നത്. ഞാൻ എന്നെ ഒന്നും തൊടാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണുള്ള മെസ്സേജ് ഗിരീഷ് കുമാർ ഇടുന്നതാണ്. അവൻ്റെ മെസ്സേജുകളാണ് ഇതുള്ളത് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഫോണുകളിലെല്ലാം ഗിരീഷ് കുമാറും ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ള അനന്തകൃഷ്ണനും കൂടി ചേർന്നുള്ള ഫോട്ടോസുകളുണ്ട്. ഇവരെല്ലാം ഈ പരിപാടികളിലെല്ലാം പങ്കെടുത്തിരുന്നില്ല. അതെ, എല്ലാ സാംസ്കാരിക നാടക രാഷ്ട്രീയ നേതാക്കാർ MLA ഉൾപ്പെടെയുള്ളവർ ഇവരുടെ പരിപാടിയിൽ പോയിട്ട് ലാപ്ടോപ്പ് വിതരണത്തിനും സ്കൂട്ടർ വിതരണത്തിനൊക്കെ പോയി ചെല്ലുമ്പോൾ നമ്മൾ പബ്ലിക് കാണും. ഇത് എല്ലാവരും ആണ്, ചീറ്റിംഗ് അല്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ പുറത്താണ്. എന്താണ് നമ്മുടെ ജനപ്രതിനിധികൾ നിൽക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അവർ ഇത് ഇങ്ങനത്തുള്ള ചീറ്റിങ്ങിൽ പെടില്ല എന്നുള്ളത്. പക്ഷേ MLA ബാബുവേട്ടൻ പറഞ്ഞ് ഞാനും ചീറ്റിങ്ങിൽ പെട്ടുപോയി എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് കിട്ടിയ ന്യൂസ്. പക്ഷേ നമ്മൾ പോയിട്ട് പരാതി നൽകി ബാബുവേട്ടൻ നിരന്തരം നിറയെ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇവിടുന്നോ സ്റ്റേഷനിന്നോ മറ്റൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിപ്പോൾ ഗിരീഷ് കുമാറിനെ ഫോണിൽ നമ്മൾ റിങ് ചെയ്യുന്നുണ്ട്. ചിലവർക്കായിട്ട് ഗിരീഷ് കുമാർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെ ഗിരീഷ് കുമാറിനെ പൈസ സെറ്റിൽ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുള്ള പണം അത് റീഫണ്ട് ചെയ്യുക, ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ട് കഴിയേണ്ട പരിപാടിയേ ഉള്ളൂ. ഇങ്ങനെ ഒളിച്ച് നിന്നിട്ടുള്ള പരിപാടി വേണ്ട. ഞാൻ നല്ല ആയിട്ട് സംസാരിച്ചു. ഗിരീഷ് കുമാറിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും ഇതിൻ്റെ അറ്റം വരെ പോകാനുള്ളതാണ്. എന്തായാലും നമ്മുടെ പൈസ നഷ്ടപ്പെട്ടതല്ല. ഇനി ഇതേപോലുള്ള ഒരു ചീറ്റിംഗ് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ല. ഇതിന് മേലധികാരികൾ ഇതേപോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് വേണം എന്നുള്ളതാണ് ഇതിൽ കൂടിയിട്ട് ഒരു മെസ്സേജ് മേലധികാരികൾക്ക് എനിക്ക് പാസ് ചെയ്യാനുള്ളത്. കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെ മാത്രം 300-ലധികം ആളുകളാണ് പരാതി നൽകാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് NHRF എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു NGO പ്രവർത്തിച്ചിരുന്നു. ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ഗിരീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആളുകളെ മുഴുവനും ഈ തട്ടിപ്പിനെ ഇരയാക്കപ്പെട്ടുള്ളതെന്നാണ് ഇവിടെ പരാതി നൽകാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ പറയുന്നത്. പല ആളുകൾക്കും 30,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടുള്ള ആളുകളുണ്ട്. ഇതിന് പുറമെ സർവീസ് ചാർജായി 6,000 രൂപ ഇവരിൽ നിന്നെല്ലാം ഈടാക്കിയിരുന്നു. ഏതായാലും 1 രൂപ പോലും ഇവർക്ക് ആർക്കും തിരിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ആ തുക എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ പല രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രം, ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ കോർഡിനേറ്റർമാർ ഇവരെ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് തങ്ങളെല്ലാം ഈ തട്ടിപ്പിൽ കൊണ്ടുവന്ന് ചാടിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും കൃത്യമായി തന്നെ ഈ കോർഡിനേറ്ററായിട്ടുള്ള ഗിരീഷ് കുമാറിനെതിരെയും അതുപോലെ തന്നെ മറ്റ് ഇയാൾക്ക് പിന്നിലുള്ള ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലങ്കോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് 300-ലധികം ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.